ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സോമപ്രഭയും അവളുടെ 3 സ്യൂട്ടേഴ്സും എന്ന കഥയാണ് പറയുന്നത്. ഇത് വേതാള കഥകളിൽ ഒന്നാണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് വീഡിയോ ഇന്നലെ റിലീസ് ചെയ്തിരുന്നു. എല്ലാ റിലേറ്റഡ് വീഡിയോസിനെയും പ്ലേലിസ്റ്റുകളാക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ഒരു ഫേമസ് പേഴ്സണാലിറ്റിയെക്കുറിച്ച് ഉണ്ടായ കഥകളായതിനാൽ വിക്രമാദിത്യ കഥകളെ ഫോക്ക് ടെയിൽസ് എന്ന് പറയാവുന്നതാണ്. ഒരിക്കൽ ജീവിച്ചിരുന്ന ഒരു ഫേമസ് പേഴ്സന്റെ കഥയായതുകൊണ്ട് ഓർത്തർ കഥകളെ പോലെ വിക്രമാദിത്യ കഥകളെയും ലെജൻഡ്സ് എന്നും പറയാവുന്നതാണ്. ഫാക്ച്വൽ ആൻഡ് ഫിക്ഷണൽ എലമെന്റ്സ് ഇടകലർന്ന കഥകളാണ് ഇവയെല്ലാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേതാള കഥകളിൽ ഒന്നാണ് ഇത്. ചന്ദ്രഗുപ്ത വിക്രമാദിത്യ എന്നറിയപ്പെടുന്ന ഗുപ്ത ഡൈനാസ്റ്റിയിലെ ചന്ദ്രഗുപ്ത II എന്ന രാജാവിന്റെ ലെജൻഡ്സ് ആണ് ഈ കഥകളെല്ലാം. ഇദ്ദേഹം നവരത്നങ്ങൾ സദസ്യരായുണ്ടായിരുന്ന ഭോജരാജാവ് എന്ന പേരിലും നമുക്ക് പരിചിതമാണ്. വിക്രമാദിത്യ മഹാരാജാവിനെ കുറിച്ചുള്ള ആദ്യത്തെ റെഫറൻസ് ഗുണാധ്യായ കമ്പൈൽ ചെയ്ത ബൃഹത് കഥ എന്ന സ്റ്റോറി കളക്ഷനിലാണ്. പിന്നീട് അവയുടെ ഒരു ഭാഗമായ വേതാള കഥകളെ വേതാള പഞ്ചവിംശതി എന്ന കളക്ഷനിൽ സോമദേവ ഭട്ട കമ്പൈൽ ചെയ്തു. ബേതാൾ പച്ചീസി എന്ന് ഹിന്ദിയിൽ അറിയപ്പെടുന്ന ആ കളക്ഷനിൽ നിന്നെടുത്തതാണ് ഇന്നത്തെ കഥ. അതിൽ വേതാളം പറയുന്ന 25 കഥകളാണ് ഉള്ളത്. ഈ കഥകളെല്ലാം തന്നെ നിത്യജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഡിലമാസിനെ കുറിച്ച് പറയുന്നതാണ്. കാലത്തിനും സ്ഥലത്തിനും അതീതമായ ഈ കഥകളിൽ വിക്രമാദിത്യ മഹാരാജാവിന്റെ ക്ഷമയെയും വിവേകത്തെയും നിരന്തരം പരീക്ഷിക്കുന്ന വേതാളത്തെ നമുക്ക് കാണാം. വേതാളം ഫെയ്റ്റിനെ സിംബലൈസ് ചെയ്യുന്നുവെന്നോ റെപ്രസെന്റ് ചെയ്യുന്നുവെന്നോ നമുക്ക് വ്യാഖ്യാനിക്കാം. വായനക്കാരുടെ അല്ലെങ്കിൽ കേൾവിക്കാരുടെ ശരി തെറ്റുകൾ തിരിച്ചറിയാനുള്ള കഴിവുകൾ ഇതിൽ പരീക്ഷിക്കപ്പെടുന്നു. അല്ലെങ്കിൽ ശരി തെറ്റുകളുടെ ഒരു റീതിങ്കിങ്ങിന് ഇത് പ്രേരിപ്പിക്കുന്നു. ഇവ ഗുണപാഠ കഥകളല്ലെങ്കിലും ജീവിതത്തിലെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിൽ മനുഷ്യർക്ക് നൽകുന്ന ഉപദേശങ്ങളായി കാണാവുന്നതാണ്. ഇനി ഒരു കാര്യം കൂടി, ഓറൽ ലിറ്ററേച്ചറിന് ഡിഫറെൻറ്റ് വേർഷൻസ് ഉണ്ടാകാനുള്ള ടെൻഡൻസി ഉണ്ട്. ഈ കഥകൾക്കും അങ്ങനെ തന്നെ. കേരള യൂണിവേഴ്സിറ്റി UG സിലബസിന് വേണ്ടി ആശ്രയിക്കുന്ന blogger.comലെ ബ്ലോഗ്സിൽ നിന്നും എടുത്ത വേർഷനാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. ഇത് നടക്കുന്നത് ഉജ്ജയിനിയിലാണ്. അവിടം അന്ന് ഭരിച്ചിരുന്നത് ഒരു രാക്ഷസനായിരുന്നു. ഹരിസ്വാമി രാജാവിന്റെ വളരെ ഫെയ്ത്ത്ഫുള്ളായ ഒരു ദൂതനായിരുന്നു. അയാൾക്ക് സുന്ദരിയും ബുദ്ധിമതിയും മിടുക്കിയുമായ സോമപ്രഭ എന്നു പേരുള്ള ഒരു മകളുണ്ടായിരുന്നു. അവൾക്ക് പടം വരയ്ക്കാനും പാട്ടുപാടാനും നൃത്തം ചെയ്യാനുമുള്ള കഴിവുകളുണ്ടായിരുന്നു. സോമപ്രഭയ്ക്ക് കല്യാണപ്രായമായപ്പോൾ ഹരിസ്വാമി അവളുടെ ഭർതൃസങ്കല്പത്തെക്കുറിച്ച് ചോദിച്ചു. അറിവുള്ള കലാകാരനായ വില്ലാളിയാകണം തന്റെ ഭർത്താവ് എന്ന തന്റെ സങ്കല്പത്തെക്കുറിച്ച് അവൾ പറയുന്നത് രാക്ഷസൻ കേട്ടു. ഉടൻ തന്നെ അവൾക്ക് അനുയോജ്യനായ വരൻ താനാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചതിനു ശേഷം രാക്ഷസൻ അവിടെ നിന്നും പോയി. ഇത് കേട്ട അവളുടെ മാതാപിതാക്കൾ വല്ലാതെ ഭയക്കുകയും എത്രയും വേഗം മകൾക്ക് കല്യാണം ആലോചിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഒരു ദിവസം അയൽ രാജാവിനുള്ള സമ്മാനങ്ങളുമായി രാജദൂതനായി കാട്ടുവഴി സഞ്ചരിക്കുകയായിരുന്ന ഹരിസ്വാമിയെ കുറെ കള്ളന്മാർ ആക്രമിച്ചു. അന്നേരം വില്ലാളി വീരനായ വീരസിംഹൻ എന്നയാൾ ഒരു ദേവദൂതനെ പോലെ അവിടെ എത്തുകയും കള്ളന്മാരെ തോൽപ്പിച്ച് ഹരിസ്വാമിയെ രക്ഷിക്കുകയും ചെയ്തു. സന്തുഷ്ടനായ ഹരിസ്വാമി തന്റെ മകളെ കല്യാണം കഴിക്കുന്നതിനായി തന്റെ വീട്ടിലേക്ക് വീരസിംഹനെ ക്ഷണിച്ചു. അതേസമയം ഉജ്ജയിനിയിലെ പണ്ഡിറ്റ് സുദർശനാചാര്യന്റെ മകൻ സോമപ്രഭയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി അവളെക്കുറിച്ചൊരു കവിത എഴുതുകയും വീട്ടിൽ ചെന്നത് അവളെ വായിച്ചു കേൾപ്പിക്കുകയും ചെയ്തു. സന്തുഷ്ടയായ അമ്മ അയാളുടെ അച്ഛനെ ചെന്ന് കണ്ട് തന്റെ മകളെ കല്യാണം കഴിക്കുന്നതിനായി കവിയെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അതേസമയം സോമപ്രഭയുടെ സഹോദരൻ വിമാനം പറത്തി പരീക്ഷണം നടത്തുന്ന ഒരു ആർട്ടിസനെ കണ്ടു. അയാളോട് അതെന്താണെന്ന് ചോദിച്ചപ്പോൾ തന്റെ വിമാനത്തിൽ ആ സഹോദരനെ ഇരുത്തി പറത്തി കാണിച്ചു. സന്തുഷ്ടനായ സഹോദരൻ തന്റെ സഹോദരിയെ കല്യാണം കഴിക്കുന്നതിനായി അയാളെ വീട്ടിലേക്ക് ക്ഷണിച്ചു. രസകരമെന്ന് പറയട്ടെ, 3 പേരോടും വരാൻ പറഞ്ഞത് ഒരേ ദിവസമായിരുന്നു, അക്ഷയ തൃതീയയുടെ ദിവസം. അന്നേ ദിവസം 3 പേരും ഘോഷയാത്രയുടെ അകമ്പടിയോടെ സോമപ്രഭയെ കല്യാണം കഴിക്കുന്നതിനായി ഇറങ്ങി. ഇതേക്കുറിച്ച് കേട്ട രാക്ഷസൻ കല്യാണത്തിനായി തയ്യാറെടുത്തുകൊണ്ടിരുന്ന സോമപ്രഭയെ മൂവരും എത്തുന്നതിനു മുമ്പ് തട്ടിക്കൊണ്ടുപോയി. അവിടെ എത്തിച്ചേർന്ന 3 വരന്മാരും അവളെ രക്ഷിക്കാൻ തീരുമാനിച്ചു. ആർട്ടിസൻ തന്റെ വിമാനമെടുത്തു. 3 പേരും അതിൽ കയറി രാക്ഷസന്റെ പിറകെ പോയി. മൂവരും വളരെ വേഗം വിമാനത്തിൽ രാക്ഷസന്റെ അടുത്തെത്തി വീരസിംഹൻ അമ്പെയ്ത് രാക്ഷസനെ കൊന്നു. ശേഷം 4 പേരും ഒന്നിച്ച് സോമപ്രഭയുടെ വീട്ടിലേക്ക് മടങ്ങി. 3 വരന്മാർ ഓരോരുത്തരിലും സോമപ്രഭയുടെ ഇഷ്ടഗുണങ്ങളിൽ ഓരോന്നു വീതം.
മൂവർക്കും അവളെ കല്യാണം കഴിക്കാനുള്ള ആഗ്രഹവുമുണ്ട്. ഇവിടെ വേതാള കഥകളിലുള്ള ഡിലമ കടന്നുവരുന്നു. വേതാളത്തിന്റെ ചോദ്യം ഇതായിരുന്നു: സോമപ്രഭയ്ക്ക് ഏറ്റവും അനുയോജ്യനായ വരൻ ആര്? വിക്രമാദിത്യന്റെ ഉത്തരം വീരസിംഹൻ എന്നായിരുന്നു. മറ്റു 2 പേർക്കും കഴിവുകളുണ്ടായിരുന്നു. സോമപ്രഭയെ ഇഷ്ടമായിരുന്നു. പക്ഷെ സംരക്ഷിക്കാനുള്ള കഴിവ് വീരസിംഹന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് വീരസിംഹൻ ഏറ്റവും അനുയോജ്യനായ വരനായി മാറുന്നത്. ഈ ക്ലൈമാക്സിൽ എത്തുമ്പോഴാണ് ഇത് കാലത്തിനും സ്ഥലത്തിനും അതീതമാകുന്നത് എങ്ങനെ എന്ന സംശയം നിങ്ങൾക്കുണ്ടാവുക. ഇപ്രകാരം ഒന്ന് ചിന്തിച്ചു നോക്കൂ. അന്നത്തെ കാലത്ത് തന്നെ ഒരു കവിക്കോ ഒരു കരകൗശലക്കാരനോ കല്യാണം കഴിക്കാനുള്ള യോഗ്യത ഇല്ല എന്ന് പറയാൻ ആകില്ലല്ലോ. അപ്പോ യോജിച്ച ഗുണം തിരഞ്ഞെടുക്കുക സാഹചര്യങ്ങളുടെ കൂടെ അടിസ്ഥാനത്തിലാണ്. വധുവിന്റെ ബാക്ക്ഗ്രൗണ്ട്, മറ്റ് സർക്കംസ്റ്റൻസസ് എല്ലാം കണക്കിലെടുത്തുകൊണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഈ കഥയിൽ നിന്നും നിങ്ങൾ എടുക്കേണ്ട പാഠം ഇത്രമാത്രം: നിങ്ങൾക്കിഷ്ടമുള്ള പല ഓപ്ഷൻസിൽ ഒന്ന് മാത്രം തിരഞ്ഞെടുക്കേണ്ട അവസ്ഥ വരുമ്പോൾ ചോയ്സ് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഏത് എന്നതനുസരിച്ചാകണം. അതാണ് ബുദ്ധി. കഥയിലെ ഈ കാമ്പ് മാത്രം എടുത്ത് മറ്റുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ, അതായത് വധുവിന്റെ താല്പര്യത്തെപ്പറ്റി, ചോയ്സിനെ പറ്റി ചിന്തിക്കുക കൂടി ചെയ്യാത്ത അന്നത്തെ പാട്രിയാർക്കൽ സെറ്റിംഗ് ഉൾപ്പെടെ മാറ്റിവെച്ചാൽ വേതാള കഥകളിൽ നിന്നും അമൂല്യ രത്നങ്ങൾ ഏറെ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇവിടെ ഈ ടോപ്പിക് അവസാനിക്കുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ഓൺ ദ ബെൽ ഐക്കൺ ഫോർ മോർ ഓഫ് മൈ വീഡിയോസ്. താങ്ക് യു.